നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിൽ, അതായത് 31/7/2025 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില ഇടിയുക എന്നോ സംശയമാണ് എല്ലാവർക്കും. അതേസമയം സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നു. 1 ഗ്രാമിൻ്റെ മുകളിൽ 60, 1 പവൻ്റെ മുകളിൽ 480 രൂപയാണ് കൂടിയത്. ഒരു റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS4 കിലോ 209, RSS 5 കിലോ 205, ISL 20 189, ലാറ്റസ് 60% 141 രൂപ 60 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS4 കിലോ 209, RSS 5 കിലോ 205, ഇതാണ് കൊച്ചി വില. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 149, 60% DRC ഉള്ള ഒട്ടുപാൽ 104 രൂപ 25 പൈസയും. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 196, ലോട്ട് കിലോ 177 മുതൽ 182. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS4 കിലോ 201, RSS 5 കിലോ 197, ISNL 20 175 മുതൽ 175 രൂപ 50 പൈസയുമാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ വ്യാപാരി വില 70% DRC ഒട്ടുപാൽ 115 മുതൽ 125 ആണ്. ഇന്നത്തെ വ്യാപാരി വിലയിൽ RSS4ഉം 5ഉം കിലോയുടെ പുറത്ത് 2 രൂപയാണ് കുറഞ്ഞത്. അതേസമയം ഒട്ടുപാൽ കിലോയുടെ പുറത്ത് 3 രൂപയും കുറഞ്ഞു. ISL 20യും 2 രൂപയാണ് കുറഞ്ഞത്. ഇതാണ് രാവിലത്തെ റബ്ബർ വില. 2 ദിവസം അനുകൂലമായ കാലാവസ്ഥയായിരുന്നെങ്കിലും നല്ല ചൂടും നല്ല ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് നേരെ വിപരീതമായി. ഇന്ന് രാവിലെ മഴ പെയ്തുകൊണ്ട് മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങാതെ വളരെ റെസ്റ്റിലാണ്. ഇന്നലെയൊക്കെ നല്ല കാറ്റായതിനാൽ മിക്ക ടാപ്പിംഗ് തൊഴിലാളികളും കർഷകരും വളരെ ഭീതിയിലായിരുന്നു. കാര്യം ഈ റബ്ബറിൻ്റെ ഇല കൊഴിയുന്നതോടൊപ്പം ചുള്ളികൾ തലയിൽ വീഴുമെന്നുള്ള ആശങ്കയും കർഷകർക്ക് ഉണ്ട്. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 100, വെളിച്ചെണ്ണ ലിറ്ററിന് 480, കൊപ്ര എടുത്തോടി 251, കൊക്കോ 300 മുതൽ 380, കച്ചോലം 400, കശുവണ്ടി 130, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, ജാതിക തൊണ്ടോട് കൂടി 250, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ഗ്രാമ്പു 790, നാടൻ 900, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 665, കുരുമുളക് പുതിയത് 655, കുരുമുളക് ഗാർബിൾഡ് 685, ചുക്ക് ബെസ്റ്റ് 250, മഞ്ഞൾ സേലം 155, വയനാടൻ കുരുമുളക് 660, ചേട്ടൻ 650 ആണ്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിക്കുക എന്നതാണ് VD സതീശൻ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് VD സതീശൻ എൻ്റെ പ്രസ്താവനയിലൂടെ പറയുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ശക്തമായ പ്രതിപക്ഷവും ശക്തമായ ഭരണപക്ഷവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. കണ്ടതിൽ വളരെ